നമസ്കാരം. അധികം ആരോടും മിണ്ടാത്ത ഒരു പാവക്കുട്ടിയാണ് അഫാൻ എന്നാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ അഫാൻ എന്ന 23-കാരനെ പറ്റി നാട്ടുകാരിൽ ചിന്തനെ പറഞ്ഞു. എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കരച്ചിലോ അവരുടെ ചോരയിലോ ഒന്നും ഒരു വികാരവും തോന്നാതിരുന്ന അഫാന്റെ മനസ്സ് അത്ര നിഷ്കളങ്കമായതെന്ന് ആർക്കും ഊഹിക്കാൻ കഴിയില്ല. ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ആ സംഭവം പുറത്ത് ഇറങ്ങി കാണുമോ, അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ പിന്തുടരുന്നുണ്ടോ തുടങ്ങിയ ചിന്തകളൊക്കെ ഒരു മനസ്സിനെ അസ്വസ്ഥമാക്കേണ്ടതിന് പകരം എങ്ങനെ ശാന്തനായി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു കയറാൻ ഒരാൾക്ക് സാധിക്കും? ഇതൊക്കെ ഒരു ചോദ്യമായി നിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ജയിലിലേക്ക് മാറ്റിയ പ്രതി ഇപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് സെല്ലിലെ ഭീഷണി മുടക്കിയിരിക്കുകയാണ്. ഇത് കാരണം പൂജപ്പുര സെൻട്രൽ ജയിലിലെ പ്രത്യേക നിരീക്ഷണ ബ്ലോക്കിലേക്ക് അഫാനെ മാറ്റിയിട്ടുണ്ട്. അഫാനൊപ്പം പോലീസിന്റെ വിശ്വസ്തനായ ഒരു തടവുകാരനെ ഇയാൾക്കൊപ്പം ആക്കിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. ആൻസി ഇപ്പോൾ ജയിലിലെടുത്ത പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അപേക്ഷ നൽകാൻ പോലീസ് ഒരുങ്ങിയെങ്കിലും അതിലൊക്കെ ഒരു കാലതാമസം ഉണ്ടാകുമെന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞത്. അപ്പോ എന്താണ് അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതാണ് ഈ അഫാന്റെ ഈ മാനസിക നിലയെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഇത്രയും കൊലപാതകം ചെയ്തു, ഇത്രയും രക്തം കയ്യിൽ പുരണ്ട ഒരു പ്രതിക്ക് ഇത്രയും കൂളായിട്ട് അല്ലെങ്കിൽ മാനസിക നിലയിൽ യാതൊരു പ്രശ്നമില്ലാതെ ഇത്രയും ഇതായിട്ട് ഇരിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ ഇന്ന് വന്ന വിവരം അനുസരിച്ച് അഫാൻ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അഫാന്റെ മാനസിക നില നല്ല രീതിയിലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അത് ഇത്രയും ക്രൂരത ചെയ്ത ഒരു വ്യക്തിക്ക് മനസമാധാനം, ആ ഒരു മനസ്സിന് ഒരു സമാധാനം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് അഫാൻ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അപ്പോൾ അഫാന്റെ ഒരു മാനസിക നില നല്ല രീതിയിലല്ല എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇന്ന് കസ്റ്റഡി പ്രതി ഇപ്പോൾ 7 ദിവസമായിട്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അപ്പോൾ ഇന്നലെ പ്രതിയെ ഈ ജയിലിലേക്ക് സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേറെ ആരോഗ്യ പ്രശ്നമില്ല, മാനസികമായി യാതൊരു പ്രശ്നമില്ല എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജയിലിലേക്ക് കഴിഞ്ഞ ദിവസം മാറ്റിയതിന് പിന്നാലെ ഈ റിമാൻഡ് 14 ദിവസത്തെ റിമാൻഡ് ഉണ്ട്. അപ്പൊ ഈ റിമാൻഡ് കാലാവധി കഴിയുന്നതിന് മുമ്പ് തെളിവെടുപ്പ് നടത്തുക, പ്രതിയെ ചോദ്യം ചെയ്യുക എന്ന ഒരു നീക്കത്തിലായിരുന്നു പോലീസ്. അപ്പോ അഫാനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ ഇന്ന് നൽകും, അല്ലെങ്കിൽ ഇന്ന് നെയ്യാറ്റിൻകര കോടതിയിൽ, അത് സൽമ ബിബിയെ കൊന്ന കേസിലാണെന്ന് തോന്നുന്നു, ഇന്ന് കോടതിയെ സമീപിക്കാതിരുന്നതാണ്. പക്ഷെ ആ ഒരു നീക്കം തൽക്കാലത്തേക്ക് പോലീസ് മാറ്റിവെച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച വെഞ്ഞാറമൂട് പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് ഇപ്പോഴത്തെ നീക്കം. അത് മാറ്റാനുള്ള കാരണം ഈ അഫാന്റെ ഈ ആരോഗ്യ മാനസിക നില ഒന്ന് നന്നായിട്ടൊന്ന് നോക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങാന്ന്. കാരണം കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ ഏത് രീതിയിലായിരിക്കും ചോദ്യം ചെയ്യുന്നത്. അപ്പൊ ഇപ്പോ ഈ ഇത്തരത്തിലൊരു ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കി അങ്ങനെ ഒരു മാനസിക അവസ്ഥയിലിരിക്കുന്ന ഒരു പ്രതിയെ ചോദ്യം ചെയ്യുക എന്നത് വളരെ റിസ്ക് ആയിരിക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു നീക്കം ഇപ്പോൾ പോലീസ് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തായാലും വെള്ളിയാഴ്ച ആയിരിക്കും അവർ ഈ ഒരു കസ്റ്റഡിയിലേക്ക് വിട്ടുകിട്ടാനുള്ള അപേക്ഷ നൽകുക. പിന്നെ അഫാന്റെ ഒരു മാനസിക ആരോഗ്യ നിലയ്ക്കും ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയായിരുന്നു. ഇനി അഫാനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇനി ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പിതാവ് അബ്ദുൾ റഹീമിന്റെയും അതുപോലെ തന്നെ ഈ അഫാന്റെയും മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്, ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. അപ്പോ ഇത്രയധികം കടം വരുത്തി വെച്ചെന്ന് അഫാൻ പറയുന്നു, തനിക്ക് ആ കടത്തെ പറ്റി അറിയില്ല എന്ന് അബ്ദുൾ റഹീം പറയുന്നു. അപ്പൊ ഒരുപാട് വ്യക്തത ഈ ഒരു കാര്യത്തിൽ വരേണ്ടതായിട്ടുണ്ട്. അപ്പോ പിതാവിനെ അറിയാവുന്നത് 15 ലക്ഷം രൂപയുടെ കടം പിതാവ് വീട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റേ ഇവരുണ്ടാക്കി വെച്ച് മകനും 60 ലക്ഷത്തിന് പുറത്ത് കടം വരുത്തി എന്നാണ് പോലീസ് പറയുന്നത്. ആ കാര്യം അതായത് അബ്ദുൾ റഹീമിന് ആ വ്യക്തിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഒരു കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല എന്തിന് ഇത്രയധികം കടം വന്നു എന്ന കാര്യത്തിലൊക്കെ ഇനി മറുപടി അറിയാൻ പറ്റുന്നത് അഫാന് തന്നെയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞൊരു കാര്യമാണ്, ഈ കടക്കെടി കൊണ്ട് ഇത്രയധികം കൊലപാതകങ്ങൾ ചെയ്തു എന്ന് അഫാൻ ആവർത്തിക്കുമ്പോഴും അത് മുഴുവനായിട്ട് വിശ്വസിക്കാൻ പോലീസ് സംഘം തയ്യാറായിട്ടില്ല. മറിച്ച് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നത് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അഫാന്റെ കടക്കെണി കാരണം ഞാൻ ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ പോലും അതങ്ങ് നമുക്ക് മറ്റെന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അത് പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടെത്തും. അപ്പൊ ആ ഒരു കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ജനറൽ മെഡിസിൻ ഡോക്ടറിന്റെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിക്ക് കാര്യമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം വന്നത്. പക്ഷെ ഇപ്പോ ഇത് ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കിയിരിക്കുന്നു. അപ്പോ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ആ വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ. അപ്പൊ എന്തായാലും പൂജപ്പുര ജയിലിലെ ഉദ്യോഗസ്ഥരോടാണ് ഇങ്ങനെ ആത്മഹത്യാ ഭീഷണിനൊക്കെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോ ശരിക്കും എന്താണ് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടം തനിക്ക് അമ്മയോടും അച്ഛനോടും ഒക്കെ എന്നാണ് ഈ ഉദ്യോഗസ്ഥരുടെ അഫാൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ കൂടാതെ കാമുകിയോട്. അപ്പൊ ഇവര് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവരെ തന്നെയാണ് മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ പ്രതി ജയിലെ ഉദ്യോഗസ്ഥരൊക്കെയാണ് ഈ ഒരു തുറന്ന പറച്ചിൽ നടത്തിയിരിക്കുന്നത്. കടം വലിയ തോതിൽ കൂടിയതോടെ കുടുംബത്തോട് ജീവനെടുക്കാൻ ഇവര് ആദ്യമേ തീരുമാനിച്ചിരുന്നു എന്ന് അഫാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പൊ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ പ്ലാൻ ഇട്ടു. ഇത് നടക്കാതെ വന്നതോടെയാണ് മറ്റുള്ളവരെ കൊലപ്പെടുത്തിയത്. കാരണം ഇനി ഈ സഹോദരനെയോ അല്ലെങ്കിൽ ഉമ്മാനെയോ കാമുകിനെയോ ഒക്കെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഇവരെങ്ങാനും ആരെങ്കിലും ഇവരിൽ ഒരാളെങ്കിലും രക്ഷപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അത് കാരണം തന്നെയാണ് ഈ ഒരു ക്രൂര കൊലപാതകം നടത്താൻ വേണ്ടിയിട്ട്, അതായത് ഒറ്റയടിക്ക് എല്ലാവരെയും തീർക്കുക എന്ന ലക്ഷ്യത്തോടെ ചുറ്റിക ഉപയോഗിച്ച് ഈ കൊലപാതകം നടത്തിയത്. ഈ പ്രതി പോലീസിനോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഉമ്മയെ കൊലപ്പെടുത്തി, ഉമ്മ മരിച്ചു എന്നാണ് കരുതിയതെന്നാണ് പ്രതി കരുതിയിരുന്നത്. ഇതോടെ മറ്റുള്ളവരെ കൊല്ലാനായിരുന്നു പദ്ധതിയിട്ടതും അത് നടപ്പിലാക്കിയത്. അതെ അതെ, അത് ഇന്ന് വന്ന വിവരമാണ്. അപ്പൊ ഈ വിവരം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഉമ്മ മരിച്ചു എന്ന് കരുതിയിട്ടാണ് ബാക്കിയുള്ളവരെ കൊന്നത്. തീർച്ചയായിട്ടും ആ ഉമ്മ മരിച്ചു അല്ലെങ്കിൽ മരിച്ചില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ബാക്കി 5 പേരെ ഇവൻ ഉപദ്രവിക്കില്ലായിരുന്നു, 5 പേരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നൊരു തരത്തിൽ ചിന്തിക്കുന്ന രീതിയിലാണ് അഫാന്റെ ആ മൊഴി, അല്ലേ? അതെ, അതായത് പറയുന്നുണ്ട് ഉമ്മയും അനുജനും കാമുകിയും ഇല്ലാതെ തനിക്കോ താനില്ലാതെ അവർക്കോ ജീവിക്കാൻ കഴിയില്ലെന്നും പിന്നെ കൂടാതെ ഈ കുടുംബത്തിലുള്ള മറ്റു ചിലരോടൊക്കെ വൈരാഗ്യം സൂക്ഷിച്ചിരുന്നു എന്നൊക്കെയാണ് അപ്പൻ ചീഫ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുള്ളത്. ഈ കടത്തിന്റെ പേരിൽ പിതാവിന്റെ അമ്മയും സഹോദരനും ഭാര്യയും ഒക്കെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് അഫാൻ പറയുന്നത്. ഇത് ജീവിതമൊക്കെ കുറെ കൂടി ദുസ്സഹമാക്കി. കൂടാതെ ഉമ്മ മരിച്ചില്ലെന്നൊക്കെ അറിഞ്ഞത് 2 ദിവസത്തിന് മുമ്പാണ്. അപ്പൊ ഉമ്മ മരിച്ചില്ല എന്ന് അറിഞ്ഞപ്പോ അത് തന്നെ വളരെ ദുഃഖിതനാക്കി എന്നാ പറഞ്ഞത്. അതായത് ഉമ്മ മരിക്കണം എന്ന് പ്രതി ആഗ്രഹിച്ചിരുന്നു. കാരണം ഇത്തരം ഒരു അവസ്ഥയിൽ കൂടി ഉമ്മ കടന്നു പോകരുത് എന്ന് പ്രതി കൂടുതൽ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ ഉമ്മ മരിക്കാത്തൊരു സങ്കടം ഉണ്ടെന്നും ഉമ്മ മരിക്കാനാണ് ഇഷ്ടം എന്നൊക്കെയാണ് പ്രതി ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെ? അപ്പൊ കൂടുതൽ ദുസ്സഹമായിരിക്കുകയാണ് എന്താ പറയാ അഫാന്റെ ഒരു അവസ്ഥ. അപ്പൊ ഉമ്മ മരിച്ചു എന്നായിരുന്നു അഫാന്റെ ആദ്യം തന്നെ. അഫാൻ ഉമ്മയാണ് ഉപദ്രവിക്കുന്നത്, അല്ലെ? അപ്പൊ അതിന് പിന്നാലെയാണ് ബാക്കിയുള്ള എല്ലാവരെയും. അപ്പോ താൻ ആരെ ലക്ഷ്യമിട്ടു ആള് മരിച്ചില്ല എന്ന് അഫാൻ അറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ആ പേരിലാണ് ബാക്കിയുള്ളവരെയും കൊലപ്പെടുത്തിയത്. അപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് അഫാൻ ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ 6 മണിക്കൂറിനുള്ളിലാണ് 5 പേരെ അഫാൻ കൊന്നു തള്ളിയത്. മാത്രമല്ല ഈ കടത്തിന്റെ കാര്യം പറയുമ്പോ ഈ ഷെമിയുടെ ആ ഒരു, അല്ലെ, അങ്ങനത്തെ ഒരുപാട് വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതായത് ആ ഒരുപാട് കടം എന്ന് പറയുമ്പോൾ ഈ കടം വീട്ടിയിരുന്നത് മറ്റൊരു കടം വാങ്ങി, ഇങ്ങനെ വായ്പ എടുത്ത് അക്ഷരാർത്ഥത്തിൽ മുടിഞ്ഞു പോയി എന്നൊക്കെ നമുക്ക് പറയത്തക്ക രീതിയിലൊരു സംഭവം ഇത് മാറിയിരിക്കണം, അല്ലെ? വലിയ രീതിയിലുള്ള. അതെ, ഫെബ്രുവരി 24-ാം തീയതിയാണ് ഈ ക്രൂര കൊലപാതകങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. പക്ഷേ 23-ാം തീയതി തന്നെ ഇതിനൊക്കെ തുടക്കമായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് എന്താണ് സംഭവിച്ചത് ഒന്ന് വിശദീകരിക്കും. അതായത് ഈ കടം അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നെട്ടോട്ടം ഓടിയിരുന്നു ഇവര്. അറിയാലോ, ഇത് ഇത്രമാത്രം കടം നിൽക്കുന്നു. ഇന്ന് വന്ന വിവരം അനുസരിച്ച് ഒരു ദിവസം 10,000 രൂപയാണ് അഫാൻ വായ്പയായിട്ട് കൊടുക്കേണ്ടത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഇവര്. ഓരോ ദിവസവും 10,000 രൂപ കടക്കാർക്ക് കൊടുക്കണം, ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോ ആ ഒരു പണം സംഘടിപ്പിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെ ആയിരിക്കണം, നെട്ടോട്ടം ഓടിയിരിക്കണം. നേരത്തെ വന്ന വിവരം അനുസരിച്ച് ഇവര് ഈ കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസം ഒരു ബന്ധു വെട്ടിപ്പോയി ഒരു 50,000 രൂപ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പണം സംഘടിപ്പിക്കാൻ ഇവര് നെട്ടോട്ടം ഓടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് ഈ ഒരു പണം അല്ലെങ്കിൽ പണം സംഘടിപ്പിക്കണം, കടം കൊടുക്കണം, കടക്കാരെ ശല്യം, അപ്പൊ അങ്ങനെ ഒരു നെട്ടോട്ടമായിരുന്നിരിക്കണം. അപ്പൊ ഈ കൊലപാതകം നടന്നതിന്റെ തലേ ദിവസം വീട്ടിൽ സംഭവിക്കുന്നത്, തലേ ദിവസമാണോ അന്നേ ദിവസമാണോ? ഓക്കെ. അന്ന് സംഭവിക്കുന്നത് ഈ മാതാവിനോട് അഫാൻ 2,000 രൂപ വേണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷെ ആ ഒരു സ്വാഭാവികമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ പൈസയുടെ കാര്യത്തിൽ മറ്റു പല കാര്യങ്ങളും ഒരു കുഞ്ഞു കാര്യത്തിലായിരിക്കും തുടങ്ങുന്നത്, പിന്നെ അത് വലിയ വഴക്കിലേക്കൊക്കെ നയിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. ഒരു ഉമ്മയോട് 2,000 രൂപ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതിന്റെ പേരിൽ രണ്ടുപേരും തർക്കം, ആക്രമണം അല്ലെങ്കിൽ വാക്പോര്, അങ്ങനെ അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടും. കൊലപാതകത്തിന്റെ തലേ ദിവസവും പണം ആവശ്യപ്പെട്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളാണ് വീട്ടിലുണ്ടായതെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ അമ്മയും അതുപോലെ തന്നെ മകനും തമ്മിൽ വഴക്കുണ്ടാവുന്നു. അതിനിടെ അമ്മയുടെ തല ഭിത്തിയിൽ ഇടിച്ച് മകൻ അത്രയും ക്രൂരമായി ഉപദ്രവിക്കുന്നു. അപ്പോൾ ഈ ഉമ്മ ഷെമി താഴെ വീണ് രക്തം വാർന്ന അബോധാവസ്ഥയിലായി. അങ്ങനെ ഷെമി മരിച്ചിട്ടുണ്ടാകും എന്ന് കരുതിയിട്ടാണ് ബാക്കി കൊല നടത്താൻ അഫാൻ പ്ലാൻ ഇട്ട് പോകുന്നത്. മാത്രമല്ല ഈ ഒരു 10,000 രൂപയൊക്കെ ഒരു ദിവസം സംഘടിപ്പിക്കുക അല്ലെങ്കിൽ കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്, അല്ലെ? അതൊരു 23-കാരൻ ആ ഒരു പണത്തിന് വേണ്ടി അത് സംഘടിപ്പിക്കാൻ വേണ്ടി ഓടുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക്
ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. 10,000 രൂപ ദിവസ പരിശീലനത്തിലാണ് ഉം. പോയിക്കൊണ്ടിരുന്നത്. അതെ. അപ്പോ അവരെന്നെ പറഞ്ഞതാണ് ഈ പലിശയൊക്കെ ഒരുപാട് അവരെ നിന്ന് ഈടാക്കിയിട്ടുണ്ട്. ഈ പണം കടം കൊടുത്തവരൊക്കെ അത് അവർ പറയുന്നുണ്ട്. പിന്നെ ഈ ഈ കൊലപാതകം നടക്കുന്നതിന്റെ അന്നേ ദിവസവും ഈ ഉമ്മയോട് പണം ചോദിക്കുന്നു. അത് കിട്ടാതെ വന്നതോടെ ഉമ്മ ഷെമീനെ ഷോൾ കൊണ്ട് കഴുത്തിൽ കുരുക്കി നിലത്തടിക്കുന്നു. രക്തം വാർന്നൊഴുകുന്നത് കണ്ടപ്പോൾ മരിച്ചെന്ന് കരുതി പുറത്തു പോകുന്നു. അങ്ങനെ ധനകാര്യ സ്ഥാപനത്തിലെത്തി അവിടെ നിന്ന് പണം കടം വാങ്ങി, പുറത്തുനിന്ന് ചുറ്റികയും ബാഗും വാങ്ങി മുത്തശ്ശിയുടെ വീട്ടിലെത്തി. അവിടെ നിന്ന് മുത്തശ്ശിയുടെ ഉപദ്രവിച്ച് അവിടെ മാല സ്വന്തമാക്കുന്നു. ആ മാല വിറ്റ് പണം സംഘടിപ്പിക്കുന്നു. അതിനുശേഷം ആ പണം അക്കൗണ്ടിൽ ഇട്ടിട്ട് ഗൂഗിൾ പേ വഴി മറ്റാർക്കൊക്കെയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനത്തെ ഒരു 23-കാരന്റെ ഒരു കടം വീട്ടാനുള്ള ഒരു ഓട്ടം അതും കൂടി ഇവിടെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഒരു 23-കാരനാണ് ഈ നെട്ടോട്ട് ഓടുന്നത്. അപ്പോ അത് നമുക്ക് ഇവിടെ ചിന്തിക്കാവുന്നതാണ്. പിന്നെ ഈ 4 പേരുടെ കടമായിരുന്നു വീട്ടിയത് ധനകാര്യ സ്ഥാപനത്തിൽ സ്വർണം പണയം വെച്ച് നേടിയെടുത്ത പൈസ കൊണ്ട്. അതെ, നേരത്തെ വന്ന വിവരങ്ങളാണ് അതൊക്കെ. അപ്പൊ പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തിയ അഫാൻ അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ബാക്കി എത്തരത്തിലാണ് ആ കൊലപാതകവും ഒക്കെ പോയത് എന്നത്. എന്തായാലും ഈ ക്രൂര കൃത്യം അല്ലെ വളരെ ഇതിലൊന്നും ഒരിക്കൽ പോലും പ്രതി പശ്ചാത്താപം ഒന്നും പ്രകടിപ്പിച്ചിട്ടില്ല. പശ്ചാത്താപം എനിക്ക് തോന്നുന്നു പശ്ചാത്താപം എന്നതിലുപരി ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഇപ്പൊ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതൊരു പശ്ചാത്താപം നടത്താത്തതിനെ എനിക്ക് വിമർശിക്കാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു മാനസികാവസ്ഥ ഇത്രയും പേരെ കൊലപ്പെടുത്തുന്നു, ഇനി ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു, ആത്മഹത്യ ചെയ്ത് അത് പരാജയപ്പെടുന്നു, ഇനി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് വെല്ലുവിളി ഉയർത്തുന്നു. അപ്പോ മരവിച്ചിരിക്കുകയായിരിക്കും മനസ്സ് അല്ലെ. 60 ലക്ഷം രൂപയുടെ കടമാണ് ഇവര്, അതായത് ഉമ്മയും മകനും കൂടെ ഉണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആർഭാട ജീവിതമാണ് ഈ കടത്തിന് കാരണം എന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. അതെ, ഇവിടെ ഏറ്റവും വലിയ വില്ലനായത് ആർഭാട ജീവിതം തന്നെയാണ്. അതായത് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഉമ്മയെ നമുക്കിപ്പോ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. എങ്കിൽ പോലും വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഉമ്മ വളരെ വലിയൊരു ആർഭാട ജീവിതം ആഗ്രഹിച്ചിരുന്നു അല്ലെ. എന്താ അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ ആർഭാന്റെ പിതാവ് സൗദിയിൽ നല്ല നിലയിലൊക്കെ ജീവിച്ച വ്യക്തിയാണ്. അപ്പൊ ഈ കോവിഡ് കഴിഞ്ഞ് ആ കോവിഡ് ടൈമില് ഈ ഒരു വരുമാനം ഏറെക്കുറെ കുറഞ്ഞാണ് വന്നത്. അപ്പൊ അങ്ങനെ വരുമാനം കുറഞ്ഞെങ്കിലും കുടുംബം അതേ നിലയിൽ തന്നെയാണ് ഇപ്പോഴും. അതായത് ഈ കൊലപാതകത്തിന് തൊട്ട് മുമ്പേ വരെയും കുടുംബം അങ്ങനെ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അതായത് ഇതിനു വേണ്ടിയിട്ട് പലരും നിന്നിട്ടാണ് പണം കടം വാങ്ങിയിരുന്നത്. പിന്നീട് അമ്മയും മകനും ഒരുമിച്ച് ബന്ധുക്കളൊക്കെ ചേർത്തിട്ട് ഒരു ചിട്ടി തുടങ്ങി. അപ്പൊ ചിട്ടി ലഭിച്ച ബന്ധുക്കൾക്ക് ഈ പണം നൽകാതെ വന്നതോടെയാണ് ഈ ബന്ധുക്കൾ ഇവർക്ക് നേരെ തിരിഞ്ഞത്. അപ്പൊ നിരന്തരം ഇതേ തുടർന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കി ബന്ധുക്കൾ തമ്മിൽ നിരന്തരം പണം ആവശ്യപ്പെട്ട് അധിക്ഷേപമൊക്കെ നടത്തി. അതൊക്കെയാണ് ആഫാൻ പറയുന്നത്. അപ്പോ ഇത് സഹിക്കാൻ കഴിയാതെ ഒടുവിൽ കൂട്ടക്കൊല നടത്തിയെന്നൊക്കെയാണ് ആഫാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ദിവസം 10,000 രൂപയോളം വിവിധ സാമ്പത്തിക ഇടപാടുകൾക്ക് നൽകേണ്ട വിധത്തില് കടക്കണിയിലായിരുന്നു ഈ ഉമ്മയും മകനും. ഇപ്പൊ ഇവിടെ ഉയരുന്ന ചോദ്യം, ഇത്രയും ലക്ഷം കടം വരുന്നു, ശരി, അപ്പൊ ഇത്രയും ലക്ഷം രൂപ കൊണ്ട് അവർ എന്താണ് ചെയ്തത്? ഇത്രയും ലക്ഷം കടം വരാൻ വേണ്ടി മാത്രം അവരെന്തായിരുന്നു ചെയ്തത് എന്നത് വലിയ ചോദ്യമാണ്. എന്തായിരിക്കും ആർഭാട ജീവിതം തന്നെയാണ്. എന്ത് ആർഭാടം? ഇത്രയും വലിയൊരു കടം വരുത്തി വെച്ചിട്ട് എന്ത് ആർഭാടമാണ്? ഇവര് ആഹാരം പോലും പുറത്തു നിന്നാണ് വാങ്ങിയിരുന്നതെന്നാ പറയുന്നത്. അപ്പോ ഉമ്മയ്ക്ക് അർബുദ രോഗബാധിതയായിരുന്നു. അപ്പോ ചിലപ്പോ അതിന്റെ ബുദ്ധിമുട്ടുകൾ പലതും കാണും. പിന്നെ അത് മാത്രമല്ല ഈ ഒരു സമയത്ത് പോലും ഈ ഒരു വായ്പ എടുത്തിട്ട് ബൈക്ക് വാങ്ങിയതായി പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ബന്ധുക്കളിലൊക്കെ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും കടം കയറി ഇവര് ബന്ധുക്കളോടൊക്കെ കടം ചോദിക്കുന്നു. ഇത് ഓരോ ദിവസം, അതായത് 12ഓളം പേരിൽ നിന്നാണ് ഇവർ കടം വാങ്ങിയിട്ടുള്ളത്. ഈ 12 പേരിൽ നിന്നും ഒരാളിൽ നിന്ന് വാങ്ങി മറ്റൊരാൾക്ക് പൈസ കൊടുക്കുന്നു, അടുത്ത ആളിൽ നിന്ന് വാങ്ങി അടുത്തയാൾക്ക് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ റോൾ ചെയ്തായിരുന്നു ഇവരുടെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ ഇതൊന്നും റഹീം അറിഞ്ഞിരുന്നില്ല. റഹീം അറിഞ്ഞിരുന്നത് ആകെ 15 ലക്ഷം രൂപയുടെ കടം. പക്ഷെ ഇവർ ഉണ്ടാക്കിയെടുത്തത് 65 ലക്ഷം രൂപയുടെ കടം. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ കുറച്ചു കാര്യങ്ങൾ കൂടെ വ്യക്തത വരാനുണ്ട്. റഹീം പറയുന്നതിലും അഫാൻ പറയുന്നതിലും ഒക്കെ വിരുദ്ധമായ ചില മൊഴികളുണ്ട്. ഈ കടങ്ങൾ ഒരു കുടുംബത്തിൽ, അതായത് 23-കാരൻ, പിന്നെ 9ാം ക്ലാസ് പഠിക്കുന്ന സഹോദരൻ, ഉമ്മ, ഈ 3 പേർക്കും ഈ 60 ലക്ഷം രൂപയിൽ കൂടുതൽ കടം വരുത്താൻ എന്തായിരിക്കും അവിടെ നടന്നത്? നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം. വേറെ മറ്റു ജോലികളൊന്നുമില്ല, പക്ഷെ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കടം വാങ്ങിച്ച് റോൾ ചെയ്ത് പ്രതിദിനം പലിശയ്ക്ക് കൊടുത്തു, ഇങ്ങനെ പല കാര്യങ്ങളും ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഒരു ഇനി കടം വീട്ടാൻ കഴിയില്ല എന്നുള്ള ഒരു ദുർബുദ്ധി വന്നപ്പോഴാണ് ഈ കുടുംബത്തെ മൊത്തത്തില്, അതായത് ഇനി അവർക്ക് ആത്മഹത്യ ചെയ്യാനും കഴിയില്ല,
അത് കാരണം ഇങ്ങനൊരു ക്രൂര കൊലപാതകം ചെയ്തിട്ട് ഇതോടെ എല്ലാം ഒന്ന് അവസാനിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് ഇവർ എത്തിയത് പോലും. പക്ഷെ ഇതിനെല്ലാത്തിനും എന്താ സാക്ഷിയായിട്ട് പിതാവെന്ന് പറയുന്ന ഒരാള് ആ വിദേശത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എന്താ പറയാ കുടുംബം നന്നായിട്ട് ജീവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും കുടുംബം നാട്ടിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്നാൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. കാരണം ഡയറിയിൽ പോലും പലതും എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരമാണ്. അനിത, ഇവിടെ ഒരു മറ്റൊരു കാര്യം, ഉമ്മയ്ക്ക് ക്യാൻസർ രോഗം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ നമുക്കറിയാം ക്യാൻസർ രോഗത്തിന് ഉള്ള ആ മരുന്നുകളുടെ വില എത്രയാണെന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷെ ഇവരിൽ ആരും ഒരാൾ പോലും, ഇപ്പൊ അഫാൻ ആയാലും അബ്ദുൾ റഹീം ആയാലും, ഈ ഉമ്മയുടെ ചികിത്സ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് പണം ചെലവായി ആ ഒരു കാര്യം ആരുമേ ഇതുവരെ പറഞ്ഞിട്ടില്ല, അല്ലെ? അതുകൊണ്ട് തന്നെ ഈ കടം വരുത്തിയതെല്ലാം ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണെന്ന രീതിയിലേക്ക് എത്താനും ആരും അത് ഇപ്പൊ പറയേണ്ട ഇവർ രണ്ടുപേരാണ്. ഇവർ രണ്ടുപേരും ഇതുവരെ ചികിത്സയുടെ കാര്യത്തെ പറ്റി ഒന്നും, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് പണം ആവശ്യമായിരുന്നു, ചികിത്സയ്ക്ക് വേണ്ടാണ് കടം വാങ്ങി, അങ്ങനെ ഒരു കാര്യമേ പറയുന്നില്ല. അപ്പോ പക്ഷെ ആർഭാടം എന്ന ഒരു കാര്യം പോലും പറയുന്നുണ്ട്. ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഉമ്മ പലരിൽ നിന്ന് കടങ്ങൾ വാങ്ങിയിരുന്നത്. പക്ഷെ ഒരിക്കൽ പോലും അത് ഉമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന ഒരു കാര്യം അഫാനും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആർഭാടം തന്നെയാണ് ഇവിടെ വില്ലനായതെന്ന് നമുക്ക് ആ ഒരു നിഗമനത്തിൽ നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. അത് ഈ കൃത്യം നടക്കുന്നതിന്റെ തലേന്ന് പോലും ഒരു 50,000 രൂപയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ആ 50,000 രൂപ എവിടെയെങ്കിലും വായ്പ കിട്ടുമോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്ന് കിട്ടുമോ എന്നൊക്കെ കരുതിയിട്ട് ബന്ധുക്കളുടെ ഒക്കെ വീട്ടിൽ പോകുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് തട്ടത്തുമല ആ വീട്ടിൽ പോയത് ചെല്ലുന്നത്. പക്ഷെ അവിടെ ബന്ധുവിന്റെ വീട്ടിൽ സ്വർണ്ണമെന്ന് കരുതി ചെല്ലുമ്പോ അവര് നിങ്ങൾ ഞങ്ങൾക്ക് പണം തരാനുണ്ടല്ലോ, അപ്പോ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്നു. അപ്പൊ പിറ്റേന്ന് രാവിലെ, അതായത് കൊലപാതകം നടക്കുന്ന ദിവസവും അവർ ആ വീട്ടിൽ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും പണം സെറ്റാക്കി തരണമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല. പക്ഷെ ഈ 50,000 രൂപ അന്നത്തെ ദിവസം എന്താ പറയാ, ഈ 50,000 രൂപയുടെ എന്ത് ഒരു വിഷയമാണ് അവിടെ ഉണ്ടായത് എന്നുള്ള ഒരു ചോദ്യമാണ്. ആർക്ക് കൊടുക്കാനാണ്? ആരാണ് ഇവരെ ഭയപ്പെടുത്തിയിരുന്നത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിരുന്നത്? ഈ 50,000 രൂപ തന്നെ അയവ് കൊടുക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ഉത്തരം കിട്ടേണ്ട കാര്യമുണ്ട്. കാരണം ഉമ്മയും മകനുമാണ് ഇത് ഓടി നടന്ന് ഈ പൈസക്ക് വേണ്ടിയിട്ട് ഓടി നടന്നത്. അപ്പൊ അവിടെ എന്താണ് നടന്നത്? ഈ 50,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്ത വ്യക്തി ആരാണ്? ഈ 12 പേരുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. പക്ഷെ ആ 12 പേരല്ലാതെ മറ്റൊരാളിന് അപ്പുറം ഉണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അപ്പോ ഒരു ക്രൂര കൊലപാതകം പെട്ടെന്നുണ്ടായ ഒരു എന്താ പറയാ ഒരു പ്രേരണ, അവർ ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ കൊലപാതകം തന്നെയാണ് ഇതിന് ബെറ്റർ എന്നുള്ള രീതിയിലേക്ക് ഓപ്ഷനിലേക്ക് എത്തുന്നു. ആ 50,000 രൂപ കൊടുക്കാൻ പറ്റാത്ത ആ ഒരു ദിവസം തന്നെ ഇവരൊരു ക്രൂരകൃത്യത്തിലേക്ക് നയിക്കുന്നു. അപ്പോ ആ ഒരു വ്യക്തി, ഇതിൽ മറഞ്ഞിരിക്കുന്ന ആ ഒരു വ്യക്തി ആരാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ആ വ്യക്തി വന്നാൽ തന്നെ ആ വ്യക്തിക്ക് ഇതിൽ എന്താണ് ഒരു പങ്ക്? അങ്ങനെ ഒരു പങ്ക് തീർച്ചയായും ഇതിൽ ഇതൊരു ക്രൂരകൃത്യത്തിലേക്ക് കടം വീട്ടാൻ കഴിയാത്തതുകൊണ്ട് ചെന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രേരണ കുറ്റം ചുമത്താന്നാണ്. അതെ, അത് മാത്രമല്ല ആ ഒരു വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ഈ 65 ലക്ഷം രൂപയുടെ കടം വരുത്താനുണ്ടായ പല കാരണങ്ങൾ ഇതിന് പുറത്തേക്ക് വരാനുണ്ട്. ഒരു ബൈക്ക് എടുത്തത് കൊണ്ടോ, കാർ എടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ചികിത്സയുടെ ഭാഗമായിട്ടോ ഇത്രയും കടം പെട്ടെന്ന് ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോ പിതാവ് അറിയാതെ ഈ കടം എന്തിന് ഇവര് മറച്ചു വെച്ചു? പിതാവിനറിയാം കുടുംബത്തിലേക്ക് ഇത്രയും കാശ് അയക്കാൻ കഴിയുന്നില്ല, സ്വാഭാവികമായിട്ടും കടം വരും എന്നൊക്കെ പിതാവിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് പിതാവ് അറിയാതെ ഇത്രത്തോളം കടം രൂപ അവര് മറച്ചു വെച്ചു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. റഹീം അത്രത്തോളം കുടുംബത്തെ സ്നേഹിച്ചിരുന്നത് കൊണ്ടാണ് ഇവർക്ക് ഒരു കുറവും വരുത്താതെ അന്നേ നോക്കി തുടങ്ങിയത്. ചിലപ്പോ മക്കളോടുള്ള അമിതമായ സ്നേഹത്തെ കൊണ്ടായിരിക്കും വാപ്പയ്ക്ക് ജോലി നഷ്ടമായാലും വാപ്പയ്ക്ക് പണം അയക്കാൻ കഴിയാതിരുന്നതിനാലും മക്കളെ ആ ഒരു കുറവറിയിക്കാതെ ജീവിക്കണം അല്ലെങ്കിൽ അവരെ വളർത്തണം എന്നുള്ള ആ ഒരു ഉമ്മയുടെ ഒരു മനസ്സ് കാരണമായിരിക്കാം ഇത്രത്തോളം കടങ്ങൾ ഉണ്ടായത്. പക്ഷെ അഫാനും കുറ്റപ്പെടുത്തുന്നത് ആർഭാട ജീവിതം ഉമ്മ ആഗ്രഹിച്ചു എന്നാണ്, അല്ലേ? അപ്പോ എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇനിയും ഒരുപാട് വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതിന് ഇനി അഫാനെ ചോദ്യം ചെയ്യണം, കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം. പക്ഷെ അത് ഇങ്ങനെ നീണ്ടുപോവാണ്. വെള്ളിയാഴ്ചയാണ് ഇനി കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. അപ്പോൾ അഫാനെ നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളും വ്യക്തത വരുത്താനാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ പിതാവിനെയും അഫാനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കം അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. കാരണം രണ്ടുപേരെയും മൊഴികളിലുള്ള വൈരുദ്ധ്യം കാരണം അങ്ങനെ ഒരു നീക്കവും ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. എന്തായാലും ഇത് നമ്മുടെ സമൂഹത്തിന് ഇതൊരു നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ നമുക്കൊരു പാഠമാണ്, അല്ലെങ്കിൽ നമുക്കൊരു ജീവിത പാഠം ആയിരിക്കണം ഇങ്ങനത്തെ സംഭവങ്ങൾ. നമുക്കൊരു ഒരു പാഠം തന്നെയാണ് ഇങ്ങനത്തെ സംഭവങ്ങളിൽ നിന്നും നമ്മളും പലതും പഠിക്കാനുണ്ട് എന്ന് തന്നെയാണ് ഈ സംഭവം നമ്മളെ സൂചിപ്പിക്കുന്നത്.